സകലത്തിൻ്റെയും ഉടമയായ പിതാവ് ആകാശവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ആർക്കും ഒരിക്കലും വിഭാവനം ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ മനോഹരമായി ലോകത്തിൻ്റെ പരദീസയായി ഏദനും സൃഷ്ടിച്ചു. അതിന് ഉടമയായി സ്വന്തം രൂപത്തിൽ ആദമിന് ജീവൻ നൽകി ഒരിക്കലും പിരിയാത്ത വിധം ആദമിൻ്റെ തന്നെ സ്വന്തം അസ്ഥിയിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത് ഹവ്വായെ സൃഷ്ടിച്ച് ആദമിനെ ഏൽപ്പിച്ചു. സ്വന്തം സൃഷ്ടാവിനെ അനുസരിക്കാൻ അറിയാത്ത മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് സൃഷ്ടാവിൽ നിന്ന് അകന്നു. തെറ്റുകളുടെ ആഴവും വ്യാപ്തിയും അലകടൽ പോലെ ആർത്തടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ സൃഷ്ടികൾ സകലതും പാപപങ്കിലമായി നശിക്കുന്നത് കണ്ട് മനംനൊന്ത പിതാവ് പരിഹാരത്തിനായി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചു. 2010 വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന് ഒരു മേരിയെയും ജോസഫിനെയും കണ്ടുപിടിക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. അതുകൊണ്ട് ഇന്ന് നാം ആർഭാടമായി ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നു. ഈ ആഘോഷം കൊണ്ട് ദൈവം സന്തോഷിക്കുന്നു എന്ന് നാം കരുതുന്നുവെങ്കിൽ അത് വെറും മിഥ്യ മാത്രമാണ്. ഇന്ന് മനുഷ്യൻ തെറ്റുകളുടെ സവിധങ്ങൾ പടുതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വീണ്ടും ജനിക്കാൻ ഒരിടത്തിന് വേണ്ടി, ദൈവത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മേരിക്ക് വേണ്ടി സകലതും നൽകി ദൈവത്തെ സംരക്ഷിക്കുന്ന ഒരു ജോസഫായി നമ്മൾ മാറിയാൽ ദൈവം നമ്മളിൽ ജനിക്കും. ദൈവം നമ്മളിൽ ജനിച്ച് കഴിയുമ്പോൾ ഈ ക്രിസ്തുമസ് അർത്ഥവത്താകും. അതോടുകൂടി ഐശ്വര്യ സമ്പൂർണവും ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരവും നിറഞ്ഞ ഒരു പുതുവർഷം ദൈവത്തോടുകൂടി നമ്മൾക്ക് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ദൈവത്തെ ഉൾക്കൊണ്ട ഒരു പുതുവർഷം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു.